ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ട്, പിന്നെ വണ്ടി റണ്ണിങ്ങിലിടയ്ക്ക് ഓഫായി പോണ കംപ്ലയിൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ടാണ് വരാം. അതായത് ശരിക്കും ലൈനർ ഫുള്ള് തീർന്നിട്ടുണ്ട്, ഏകദേശം ഒരു 90% കഴിഞ്ഞേക്കണാണ്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ ഹബിനകത്തൊക്കെ നോക്കുമ്പോഴേ ഹബിലൊക്കെ ഇവിടെ ചെറിയ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പോളിഷ് ചെയ്ത് കിട്ടും. അതിന് ശേഷം ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ ഇട്ടാലാണ് നമുക്ക് ആ സൗണ്ടിൻ്റെ കേസ് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ലെയ്ത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ലൈനർ മാറണം. പിന്നെ അത് കൂടാതെ നമ്മൾ വീൽ അഴിക്കുന്ന സമയത്ത് വീലിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബറാണത്, ഡാംബർ റബ്ബർ എന്നാണ് ഇതിന് പറയാം. അത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയാൽ സെറ്റായിട്ട് കിട്ടുള്ളൂ, അത് മാറ്റണം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ്, കമ്പനി സ്പോക്കറ്റ് അല്ല, ഹീറോൻ്റെ ഒറിജിനൽ സ്പോക്കറ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും പുതിയ സ്പോക്കറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയിന് ചെറിയൊരു ലൂസറാണ്, നമുക്ക് ടൈറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും, അതായത് ഇതിൻ്റെ പ്ലഗ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പോയിൻറ്റ് നല്ല രീതിയിൽ കത്തി തീർന്നിട്ടുണ്ട്. ഏറെക്കുറെ അതിൻ്റെ ഒരു 90% ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയിട്ട് ഓരോ 10,000 കിലോമീറ്ററിലും മാറ്റേണ്ടതാണ്. കാരണം ഇത് ശരിക്കും നമ്മുടെ വണ്ടിയുടെ മൈലേജിനൊക്കെ ബാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും ഇത് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു 90% ഉപയോഗിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് നമ്മളിപ്പോൾ ചെയ്യുന്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ടായല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന പ്രോബ്ലമൊക്കെ ശരിക്കും ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്ലോ ജെറ്റ് എന്ന് പറയും, അതിനകത്ത് 2 ജെറ്റ് വരാം, മെയിൻ ജെറ്റ് സ്ലോ ജെറ്റ് 2 ജെറ്റുകളാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റ് നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ടുണ്ട്. കാരണം ഒരു പൗഡറാണ്, വെള്ള പൗഡറാണ് സംഭവം വന്നാണുണ്ടോ. അത് ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇനിയിപ്പോൾ ആ പെട്രോളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയേക്കുന്നത് മാറ്റി പുതിയതിടാം, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. വണ്ടി ഐഡലിങ്ങിൽ സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോണ പ്രോബ്ലമൊക്കെ അതുമ്പോൾ സോൾവ് ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ് ഇരിക്കണേ. പുതിയ ബാറ്ററിയാണ്, 2024 കഴിഞ്ഞ വർഷം വെച്ച ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, കാരണം അത് വാറണ്ടി പീരീഡിലുള്ളതാണ്. എങ്കിൽ കൂടി നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. അത് ഓൾറെഡി ബാറ്ററി ടെസ്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. 12.83 റേഞ്ചിലാണ് ഇതിൻ്റെ വോൾട്ട് കാണിക്കുക. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഇത് നിലവിൽ ഓക്കെയാണ്, ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പുതിയ ബാറ്ററിയാണ്, ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ചെയ്തു പോകണമെന്ന് ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പ്ലഗിൻ്റെ കേസ് പറഞ്ഞ പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ, ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ പോകുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴും ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഒരു കേബിൾ. ആ കേബിൾ കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ഔട്ടർ വലിഞ്ഞിട്ട് ഈ നല്ല ടൈറ്റ് കാണിക്കേണ്ടത്. അതാണ് ബ്രേക്ക് നമുക്കൊരു സ്മൂത്തായിട്ട് കിട്ടാത്തതിൻ്റെ കേസ്. അത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തുടങ്ങി ഇങ്ങനെയൊക്കെ നല്ല ലെങ്ത്തുള്ള കേബിൾ, അതുകൊണ്ടാണ് ഔട്ടർ വലിച്ചിട്ട് തന്നെ. അപ്പോൾ ആ കേബിളൊന്ന് ചേഞ്ച് ചെയ്ത് കിട്ടാലാണ് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല ലൈനറാണ്, കമ്പനി ലൈനർ തന്നെ കിടക്കണം, ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ജനറൽ സർവീസോടെ പറഞ്ഞപ്പോൾ നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങൾ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജനറൽ സർവീസായിട്ടുള്ള ഇത് വർക്കും, അതായത് കാർബറേറ്റർ ക്ലീനിങ്, ഹബ്ബ്, ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ഹബ്ബ് ഇതടക്കം, ഹബ്ബ് പോളിഷിങ് അതടക്കം എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊരു സ്പ്രിങ് ഇതിനകത്തില്ല, അപ്പോൾ അതും കൂടി നമ്മളതിനകത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതടക്കം നോക്കിയിട്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. ഞങ്ങൾ വണ്ടി എന്തായാലും നമുക്കൊരു വൈകുന്നേരത്ത് ഒരു 6 മണി 6:30 ആകും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ വണ്ടി ഇപ്പോൾ വർക്കിന് കയറിയിട്ടുണ്ട്, കയറ്റിയപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.